നീണ്ട 7 ദിവസത്തെ യാത്രയുടെ അവസാനം കപ്പൽ മദ്രാസ് തുറമുഖത്തടുത്തു. അവിടെ എന്നെയും കാത്ത് അമ്മാവൻ രാമദാസ് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മാവനോടൊപ്പം പഴയന്നൂരിലെ എന്റെ ജന്മഗൃഹത്തിലേക്ക് ഞാൻ യാത്രയായി. സിംഗപ്പൂരിലെ നടുക്കുന്ന ഓർമ്മകൾ മനസ്സിൽ മായാതെ കിടന്നപ്പോഴും പഴയന്നൂരിന്റെ ഗ്രാമഭംഗിയും അവിടുത്തെ പഴമക്കാരുമെല്ലാം എന്റെ മനസ്സിൽ വിശാലമായ മറ്റൊരു ക്യാൻവാസ് രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നു. പട്ടാളത്തിൽ നിന്നും റിട്ടയർ ചെയ്ത അമ്മാവൻ രാമദാസ് ഇപ്പോൾ നാട്ടിൽ സ്കൂൾ മാഷായി ജോലി ചെയ്യുന്നു. തൊടിയിലും പറമ്പിലുമെല്ലാം അടക്കമില്ലാതെ ഓടി നടന്നിരുന്ന ഞാൻ ഇന്നൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ്. എഴുത്തും വായനയുമെല്ലാം പഠിച്ച് പടിപടിയായി അറിവിന്റെ കപടലോകത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നിഷ്കളങ്കതയുടെ ബാല്യകാലം എനിക്ക് കൈമോശം വന്നുകൊണ്ടിരുന്നു. എന്റെ വിദ്യാപീഠമായത് പഴയന്നൂർ ഗവൺമെന്റ് സ്കൂൾ. ഇവിടെ 4ാം ക്ലാസ് മുതൽ സംസ്കൃതവും 5ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷും പഠിച്ചു തുടങ്ങുന്നു. സ്കൂളിൽ ഞാൻ നല്ലൊരു ഓട്ടക്കാരനാണ്. ഓട്ടത്തിൽ എന്നെ ജയിക്കാൻ പഴയന്നൂർ കരയിൽ ആരുമില്ല. നല്ലൊരു പെയിന്റർ എന്ന നിലയിലും എനിക്ക് ധാരാളം സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. അല്പം വയലിൻ പഠിച്ചിരുന്നെങ്കിലും മത്സരിച്ചാൽ വിജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എന്നാൽ വയലിൻ മത്സരത്തിൽ സ്കൂളിലെ 1ാം സ്ഥാനക്കാരൻ ഞാനായിരുന്നു. ജേക്കബ് സാറിന്റെ നിർബന്ധവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. സംസ്ഥാനത്ത് ആദ്യമായി സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ആരംഭിച്ച വർഷമായിരുന്നു അത്. അവിടെയും വയലിനിൽ 1ാം സമ്മാനം എനിക്ക് തന്നെ കിട്ടി. നല്ലൊരു പെയിന്റർ എന്ന നിലയിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ഞാൻ ഇടയ്ക്കിടെ തൊട്ടടുത്തുള്ള ഫോട്ടോ സ്റ്റുഡിയോ സന്ദർശിക്കും. ജേക്കബ് സാറിന്റെ അനുജൻ മൈക്കിളിന്റേതാണ് സ്റ്റുഡിയോ. ഫോട്ടോഗ്രാഫി പഠിക്കണമെന്നുള്ള പൂതി മനസ്സിൽ കയറിക്കൂടിയത് ഈ സന്ദർശനങ്ങളിലൂടെയാണ്. ഞാൻ മൈക്കിളുമായി ചങ്ങാത്തം കൂടി. ക്യാമറ ഉപയോഗിച്ച് സിനിമ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് മൈക്കിൾ അത്ഭുതകരമായ കഥകൾ എനിക്ക് പറഞ്ഞു തന്നു. സിനിമയിൽ കാണുന്ന ജീപ്പ് മറിയലും നായകൻ കൂറ്റൻ കെട്ടിടത്തിൽ നിന്ന് താഴോട്ട് ചാടുന്നതുമെല്ലാം ക്യാമറ ട്രിക്കുകളാണത്രേ. മൈക്കിളിന്റെ കഥകളിലൂടെ സിനിമ എന്റെ മനസ്സിൽ ഒരു ലഹരിയായി പടർന്നു കയറി. നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവണമെങ്കിൽ മദ്രാസിൽ പോയി പഠിക്കണമെന്നാണ് മൈക്കിൾ പറയുന്നത്. സ്കൂൾ ഫൈനൽ കഴിഞ്ഞാലുടൻ മദ്രാസിൽ പോകണമെന്നും ഫോട്ടോഗ്രാഫി പഠിക്കണമെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു.